ഓടിക്കോ പ്രേമ പതിയെ പോടാ എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. ഹലോ ഗൈസ്, എന്താടാ? ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പാർത്തിൻ്റെ പിറന്നാളാണ്, അതുകൊണ്ട് ഞാനും അമ്മയും പാർത്തനും കൂടെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. ഇനി പായസം വെക്കണം ഞാൻ. എന്താടാ സമ്മതിക്കില്ല ഈ ചെക്ക വീഡിയോ എടുക്കാൻ. അമ്മ ഓക്കെ, പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവനെ പറഞ്ഞു വിട്ടു. അപ്പം നമ്മളെവിടെയായിരുന്നു? പായസം വെക്കണം. ഞാനാണ് ഇന്ന് പായസം വെക്കാൻ പോകുന്നത്. കുളമാവുന്നത് തോന്നുന്നു, അത് വേറെ കാര്യം. പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് പുറത്ത് പോകണം, ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലുലു മാളിൽ പോകണം. മിക്കവാറും ലുലു മാളിൻ്റെ തറവാടായിട്ട് ഞാൻ പ്രഖ്യാപിക്കും. പിന്നെ ജമീൽ ആൻറ്റി മോളും വരും. ഞാൻ ഖത്തറിൽ പോയിട്ട് വന്നിട്ട് അവരാദ്യമായിട്ട് കാണാൻ പോവാണ്. അവൾ മുട്ടായി മേടിക്കാനാണ് വരുന്നത്, എന്നിട്ട് എന്നെ കാണാനൊന്നുമല്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ വ്ലോഗിൽ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് പായസം വയ്ക്കാൻ പോവാം. കമോൺട്ര, എന്നെ നീ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലേ? മാറ്റി വെക്കടാ ഷുട്ടനെ. പായസം വയ്ക്കാൻ നേരം വിളിക്കാം, അപ്പം വന്നാൽ മതി എന്ന് മാതാശ്രീ പറഞ്ഞതുകൊണ്ട് ഞാൻ വെയിറ്റിംഗ് ആണ് ഇവിടെ പായസം വയ്ക്കാൻ വേണ്ടിയിട്ട്. കൈകാലുകളൊക്കെ തരിക്കുന്നു പായസം വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ പായസം സൂപ്പറായിരിക്കും ഇല്ലേ അമ്മ? ഇന്നത്തെ പായസം സൂപ്പറായിരിക്കും. എന്തൊന്നും മിണ്ടാത്ത? ഇന്നത്തെ പായസം സൂപ്പറായിരിക്കും. എന്താ? പാത്തുൻ്റെ ബർത്ത്ഡേ ആയിട്ട്, പിറന്നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ സമയം കൊണ്ട് നമുക്ക് ദേ ഈ പെട്ടി പൊട്ടിക്കാം. ഞാൻ ഖത്തറിൽ പോകുന്നതിന് മുന്നേ വന്ന പെട്ടിയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇത് പൊട്ടിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ദേ പെട്ടി പൊട്ടിക്കാം നമുക്ക്. ഫസ്റ്റ് ഇതെടുക്കാം. എന്താണെന്ന് പോലും, സെറാമിക് പ്ലേറ്റ്സ് ഒക്കെ ആണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. എന്താണെന്ന് പോലും ഞാൻ മറന്നുപോയി. ഇപ്പൊ ഓർമ്മ വന്നു മല്ലയ്യ. ക്യൂട്ടല്ലേ? ഭയങ്കര ക്യൂട്ടല്ലേ? ഭയങ്കര പിൻട്രസ്റ്റി ഒരു മകല്ലേ. ഇത് ഞാൻ മേടിച്ചത്, ഒരു മിനിറ്റ് മക്കളെ, ഞാനിത് എവിടെ നിന്നാണ് മേടിച്ചത്? ഞാനിത് മേടിച്ചത് മീഷോ. ഇതും മീഷോ. ഇത് ഹൗസ് ഓഫ് സെറാമിക്സ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ്. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ സാധനം. അടുത്ത മീഷോയിൽ നിന്ന് വാങ്ങിച്ച സാധനം, ഇത് ഞാൻ വന്നപ്പോഴേ പൊട്ടിയിരുന്നു. ആരോ എടുത്ത് പൊട്ടിച്ചു. അമ്മ നൈസിന് പൊട്ടിച്ചു നോക്കി ഇതെന്താന്നുള്ളത്. യെസ്, അയ്യോ, ഇങ്ങനെ എടുക്കാം, വെറുതെ റിസ്ക് എടുക്കണ്ട. ഓഹ്, ഇത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അമ്മ അങ്ങനെ തുറന്നു നോക്കിയിട്ട് വെച്ചത്. ദേ, കൊള്ളാല്ലേ ഇത്? പക്ഷെ ഇത് ഭയങ്കര കട്ടിയില്ല. പിന്നെ ഇതിനൊരു സ്ട്രോയും കൂടെ വരുന്നുണ്ടോ? യെസ്. നൈസാ. ഇതുപോലത്തെ വേറൊരെണ്ണം, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതുപോലത്തെ വേറൊരെണ്ണം കൂടെ ഉണ്ട്. അയ്യോ, ഇത് പൊട്ടിടാ. അമ്മ, ഇത് പൊട്ടി. ഇത് പൊട്ടിയിരിക്കുന്നു. ഇതാരാ തുറന്നേ? ഒരെണ്ണം പൊട്ടി, ഒരെണ്ണം അതുപോലെ ഇരിപ്പുണ്ട്. എല്ലാം ദേ ഇങ്ങനെ ആയിട്ടുണ്ട്. അമ്മ പാക്കറ്റ് തുറന്ന് നോക്കിയതേ ഉള്ളൂ, ഇതൊന്നും തുറന്ന് നോക്കിയില്ല. പൊട്ടിയതിപ്പം ഞാൻ നോക്കിയപ്പോഴാണ് അറിയണേ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതെന്തായാലും പൊട്ടി. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. കുറച്ചധികം ഓർഡർ ചെയ്തിട്ടുണ്ടോ? ആഹാ, വീണ്ടും ഒരു മഗ്. അടുത്തത് 3 സെറാമിക്
പ്ലേറ്റാണ്. 1 2 3. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. ഞാൻ കുക്കർ പായസമാണ് ഉണ്ടാക്കുന്നത്. ഇത് മഹിമാസ് കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടാക്കുന്നതാണ്. ആദ്യം പാല്, പഞ്ചസാര, പായസപ്പച്ചരി ഇതെല്ലാം കൂടി ചെറിയൊരു തിള വരുന്നവരെ ഒന്ന് ചൂടാക്കുക. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് വിസിൽ വരാണ്ട് 35 മിനിറ്റ്സ് വെക്കുക. ദേ സ്വാദിഷ്ടമായ പായസം റെഡി. ഇനി നമുക്കൊരു കപ്പ് എടുത്ത് വെച്ച് ഒന്ന് ആസ്വദിച്ച് കുടിക്കാം. പായസമൊക്കെ കുടിച്ചു, ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് ഇറങ്ങി. എങ്ങോട്ടെന്നല്ലേ, സ്ഥിരം അങ്ങോട്ടേക്ക് തന്നെ, ലുലു മാൾ. അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ചെന്നിട്ട് കളിക്കാൻ കയറേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് എന്നോട് പറയുകയായിരുന്നു കേട്ടോ പാർത്തൻ. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രൈവിംഗ് സ്കിൽ? ഐ എം എ പ്രോ ഡ്രൈവർ, യുനോ. അമ്മേ, അനങ്ങാൻ വയ്യാണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആരൊക്കെയൊക്കെ വേണ്ടി ഇടിച്ച് ശരിയാക്കി അവസാനം അവിടെ സ്റ്റക്കായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവന് ട്രാമ്പലീൻ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. അവിടെ 30 മിനിറ്റ്സ് എന്തോ കളിക്കാൻ പറ്റും. അപ്പം ഞാനും അമ്മയും കൂടെ പുറത്ത് ജമീല ആൻറ്റിയും മുഴുവനൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അവനെ പിന്നെ കുഞ്ഞു കുഞ്ഞു റൈഡ്സിലൊക്കെ കയറിയിട്ട് നിന്നപ്പോഴേക്കും ജമീല ആൻറ്റിയും മോളും അങ്കിളും ഒക്കെ വന്നു. പിന്നെ ഞങ്ങൾ നേരെ സ്ഥിരം സ്പോട്ട് ചായ കുടിക്കാൻ പോയി, ചായയിൽ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ചായയും സ്നാക്സും ഒക്കെ കഴിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അടുത്തിറങ്ങി ഷോപ്പിംഗ്. പിറന്നാളായതുകൊണ്ടായി തോട്ട് ഓഫ് വാങ്ങിക്കലെങ്കിൽ 2 ഉടുപ്പ് ഫോർ പാത്തൻ. അതുകൊണ്ട് ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ലേഡി സെക്ഷനിലേക്ക് വിട്ടു. ആസ് യൂഷ്വൽ, എന്താ അറിയില്ല, അവിടെ കയറാണ്ട് പോകാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് പോയി ഒന്നെല്ലാം നോക്കി, ഭാഗ്യത്തിനൊന്നും എടുത്തില്ല. ഉച്ചയ്ക്ക് ഇറങ്ങിയത് അതേ രാത്രിയായി. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാടാ.